ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. അജിത് കുമാറിനെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി ബിനോയ് വിശ്വം CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ അറിയിച്ചു. ഷഫീദ് റാവത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, CPI അങ്ങേയറ്റം രോഷാകുലരായിരുന്നു ഇക്കാര്യത്തിൽ. ഇതിനോടകം തന്നെ ഒരൊറ്റ പേപ്പർ ഉത്തരവിൽ ഈ പറയുന്ന പോർട്ട്ഫോളിയോ എടുത്ത് മാറ്റാമെന്നിരിക്കെ ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി ഈ വൈകിയ വേളയിൽ കൊടുക്കുന്ന ഉറപ്പെന്താണ് ഷഫീദ്? കശ്മീർ ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP MR അജിത് കുമാറിനെ മാറ്റും എന്നുള്ള കാര്യമാണ് ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി നൽകി ഉറപ്പ് നൽകിയെന്ന് ബിനോയ് വിശ്വം തന്നെ CPI എക്സിക്യൂട്ടീവിൽ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന പോലീസ് മേധാവി തന്നെ റിപ്പോർട്ട് ചെയ്തു. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ADGP MR അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന് DGP റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ച കാര്യമാണ്. അക്കാര്യത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു അന്വേഷണം അജിത് കുമാറിനെതിരെ DGPയെ കൊണ്ട് നടത്തിപ്പിക്കുന്നത്. മാത്രവുമല്ല RSS കൂടിക്കാഴ്ചയിലടക്കം CPIയുടെ നിലപാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ നമ്മൾ കണ്ടതാണ്. സ്വരം കടുപ്പിച്ചാണ് CPI അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. ഇന്ന് CPI എക്സിക്യൂട്ടീവിൽ ഏക അഭിപ്രായം അക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള അഭിപ്രായം CPI എക്സിക്യൂട്ടീവിൽ ഒറ്റക്കെട്ടായി ഉയർന്നു. അപ്പോഴാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രി ADGPയെ മാറ്റും എന്ന് ഉറപ്പ് നൽകിയതായി അറിയിച്ചത്. മാത്രമല്ല റിപ്പോർട്ട് വന്ന ശേഷം അക്കാര്യത്തിൽ തീരുമാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെന്നും ബിനോയ് വിശ്വം എക്സിക്യൂട്ടീവിൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ നടപടി വൈകുന്നതിൽ CPIയിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. നമ്മൾ പണ്ട് തോമസ് ചാണ്ടി വിവാദ കാലത്ത് കണ്ടതാണ് ക്യാബിനറ്റ് അടക്കം ബഹിഷ്കരിച്ച CPI മന്ത്രിമാരെ. അതടക്കമുള്ള മറ്റു വഴികൾ തേടുന്നത് അത് പിന്നീട് ആലോചിക്കും എന്നുള്ള അഭിപ്രായം കൂടി ഇന്നത്തെ CPI എക്സിക്യൂട്ടീവിൽ ഉയർന്നിട്ടുണ്ട്. ഹഷ്മി, ഷഫീദ് റാവത്തറാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്. നോക്കാം അത് CPI കൊടുക്കുന്ന ഉറപ്പ് എത്രത്തോളം പാലിക്കപ്പെടുമെന്ന്. പ്രത്യേകിച്ച് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും പൂർണ്ണ പിന്തുണ ADGPക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യം.